നമ്മൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ സമരം പ്രഖ്യാപിച്ചത്. പക്ഷേ ഇത് രാജ്യവ്യാപകമായിട്ട് ഈ സമരം അതിൻ്റെ ആ സമരത്തിൻ്റെ സന്ദേശം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മോഡി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് സമരങ്ങളെല്ലാം തന്നെ പുച്ഛിക്കാൻ വേണ്ടി തയ്യാറായെങ്കിലും ജനങ്ങൾ ഈ സമരത്തെ നല്ലപോലെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. മോഡി ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം ശ്രമിക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ പ്രതിപക്ഷം ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിനാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. വിഭജിക്കാൻ ശ്രമിക്കുന്നത് മോഡിയും അല്ലെങ്കിൽ സംഘപരിവാറുമാണ് എന്നുള്ളത് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ ഈ സമരത്തിലൂടെയും കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ഡിമാൻഡുകൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ഒരുമിപ്പിക്കാനും ഈ സമരത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നാം കാണേണ്ടത്. താങ്ക് യു. BJP വിരുദ്ധ മുന്നണി ദേശീയ തലത്തിൽ ശക്തിപ്പെടുത്തുന്നതിനെ തടയുന്ന ഒരു ഘടകമായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഇന്നലെ കർണാടക ഗവൺമെൻറ് സമരത്തിലേക്ക് വന്നു. അത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ഇടതുപക്ഷത്തെക്കാളും എല്ലാ രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികളെയും കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പാർട്ടി കോൺഗ്രസ്സാണ്. പക്ഷെ അവിടെ അവർ മാത്രമായി ചുരുങ്ങി, കർണാടകം മാത്രമായി ചുരുങ്ങി, കോൺഗ്രസ് മാത്രമായി ചുരുങ്ങി. എന്നാൽ ഇന്നത്തെ പ്രക്ഷോഭം ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത് നമ്മുടെ ഗവൺമെൻറ് പ്രക്ഷോഭത്തിലേക്ക് വന്നപ്പോൾ അതിനകത്ത് 2 മുഖ്യമന്ത്രിമാർ പങ്കെടുത്തു. കപിൽ സിബലിനെ പോലെ ആൾ, ഫറൂഖ് അബ്ദുള്ള വളരെ ലെജൻഡറി ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ പങ്കെടുത്തു, NCP പങ്കെടുത്തു, DMK പങ്കെടുത്തു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുത്തു. അപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് അവിടെ വന്നില്ല? ഇന്നലെ എന്തുകൊണ്ട് എല്ലാ പ്രതിപക്ഷത്തെയും കോൺഗ്രസ് വിളിച്ചില്ല? സ്വാഭാവികമായിട്ട് ഇന്നലെ വിളിച്ചെങ്കിൽ നമ്മൾ പോകും, കാരണം പൊതുപ്രശ്നമാണ്. നമ്മൾ ഇന്നലെ ചെന്നാൽ ഇന്നവർ വരണം. നമ്മൾ സിദ്ധാരാമയ്യെ വിളിച്ചിരുന്നു. അതെ, നമ്മൾ ചെന്നാൽ ഇന്നവർ വരണം. നമ്മൾ നേരത്തെ അയക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്നവർ ഇവിടെ വരേണ്ടി വരും. അപ്പോൾ അവിടെ അവർ ചുരുങ്ങി. കർണാടകം കോൺഗ്രസ് മാത്രമായി ചുരുങ്ങിയാലും കുഴപ്പമില്ല. കേരളത്തിൽ വളരെ സങ്കുചിതമായ ഒരു രാഷ്ട്രീയ താല്പര്യം അതിനകത്ത് ചുരുങ്ങുന്നു. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ BJP വിരുദ്ധ മുന്നണിയെ ദുർബലപ്പെടുത്തുകയും BJPക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുന്നു. 2, നിർമ്മല സീതാരാമൻ പറഞ്ഞു പത്രത്തിൽ പരസ്യം കൊടുത്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെറ്റായ അവകാശവാദങ്ങളാണ്, അവർക്കും അങ്ങനെ കൊടുക്കാനില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതേ വാദം പ്രതിപക്ഷ നേതാവ് ഇന്ന് ആവർത്തിക്കുന്നു. അപ്പോൾ കർണാടകയെ സംബന്ധിച്ച് നിർമ്മല സീതാരാമൻ പറഞ്ഞ് ശരിയാണ് എന്നല്ലേ പരോക്ഷമായിട്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അതേ വാദങ്ങളാണല്ലോ പ്രതിപക്ഷം ആവർത്തിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ഒന്നുകിൽ അവർ BJPയിലേക്ക് മാറണം, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നതായിരിക്കും ഇന്ത്യയിലെ കോൺഗ്രസിന് നല്ലത്. സമരം നമ്മൾ കണ്ടിട്ടുണ്ട്. ജന്തർ മന്തർ ഒരുപാട് സമരം കണ്ടായിരുന്നു. ഒരുപാട് സമരം ഞങ്ങളൊക്കെ ഒരുപാട് DYFIയുടെ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിച്ച് ഒരുപാട് സമരങ്ങൾ ഇവിടെ പങ്കെടുത്തതാണ്. എന്നാൽ ഇങ്ങനെയൊരു സമരം ഇന്ത്യ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഒരു സംസ്ഥാനത്തിൻ്റെ ന്യായമായ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരും MP മാരും ജനപ്രതിനിധികളാകെ ആ സമരത്തിൽ പങ്കുകൊള്ളാൻ വരുമ്പോൾ ഇത് ഈ സംസ്ഥാനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് ഈ രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. ഞങ്ങൾ കൊണ്ട് ഈ സമരത്തിലെന്ന് പറഞ്ഞ് മറ്റു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ വന്നിരിക്കുക. പഞ്ചാബിലെയും ഡൽഹിയിലെയും മുഖ്യമന്ത്രിമാർ വന്ന് സമരത്തിലിരിക്കുന്നു, അവർ സമരത്തെ അഭിവാദ്യം ചെയ്യുന്നു. മറ്റു സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ വന്ന് സമരത്തിലിരിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. മറ്റു സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ വന്ന് സമരത്തെ അഭിവാദ്യം ചെയ്യുന്നു. അങ്ങനെ ഇത് കേരളത്തിലെ ജനങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇത് ഈ രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. ഈ രാജ്യത്തിൻ്റെ ഫെഡറലിസം തകർക്കുന്ന നിലപാടാണ്. ഇതിനെതിരെ രാജ്യം ഉണരുന്നു എന്ന് പറഞ്ഞ് കേരളത്തിലെ സമരം രാജ്യത്തിൻ്റെ സമരമായി മാറി. കേരളത്തിൻ്റെ ശബ്ദം രാജ്യത്തിൻ്റെ ശബ്ദമായി മാറി. കേരളം ഉയർത്തുന്ന ഈ ആശയം ശരിയാണ് എന്ന് രാജ്യം പ്രഖ്യാപിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഇന്ത്യയുടെ യഥാർത്ഥ ശബ്ദമാണ് ഇവിടെ മുഴങ്ങിക്കേട്ടത്. കാരണം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും, സംസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ അവകാശങ്ങളുമുണ്ട്, സാമ്പത്തിക അവകാശങ്ങളുമുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ അവകാശങ്ങളെയും സാമ്പത്തിക അവകാശങ്ങളെയും നശിപ്പിക്കുന്ന, ധ്വംസിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ജമ്മു കാശ്മീർ മുതൽ നമ്മൾ കേരളം കൊളുത്തിവിട്ട അല്ലെങ്കിൽ കൊളുത്തിവെച്ച ഈ ഒരു അഗ്നിക്കൊപ്പം ചേർന്നുകൊണ്ട് ഇത് ഇന്ത്യ മുഴുവൻ ഏറ്റുവാങ്ങുകയാണ്. വളരെ ആവേശകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തമിഴ്നാടാണെങ്കിലും കർണാടകയാണെങ്കിലും അതല്ല പഞ്ചാബാണെങ്കിലും BJP ഇതര സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം കാട്ടുന്ന ഈ അവഗണനയ്ക്കും അനീതിയും അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ്. വാസ്തവത്തിൽ അതൊരു സ്റ്റേജിന് അവരുടെ പൊളിറ്റിക്കൽ റൈവൽറി
ഒരു സ്റ്റേറ്റിലെ ജനങ്ങളോടാണോ അവർക്ക് ശത്രുത, രാഷ്ട്രീയ ശത്രുത ഒരു സംസ്ഥാനത്തെ ജനങ്ങളോടാണോ തീർക്കേണ്ടത്? കേരള ജനങ്ങളോടുള്ള അവരുടെ നീതി നിഷേധവും അവകാശ നിഷേധവുമാണ് വാസ്തവത്തിൽ ഇവിടെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ് ഇവിടെ കണ്ടത്. ഇടതുപക്ഷ മുന്നണി കേരള സർക്കാരും കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് ഏറ്റവും രാഷ്ട്രീയ പ്രസക്തിയുള്ള സമരമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും വലിയ നേതാക്കൾ പങ്കെടുത്തു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും അതെ, എക്സാക്ട്ലി അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഫറൂഖ് അബ്ദുള്ള മുതൽ അതെ ഉള്ള ജനങ്ങൾ, നേതാക്കന്മാർ, ഏറ്റവും സീനിയറായിട്ടുള്ള പ്രമുഖ നേതാക്കന്മാർ പങ്കെടുത്തു. തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. എല്ലാം കൊണ്ടും ഇതൊരു വലിയ വിജയം, ഈ രാജ്യത്തെ ഭരിക്കുന്ന സർക്കാരിനുള്ളൊരു ജനങ്ങളുടെ ഒരു ശാസനയായി ഇതിനെ കാണുന്നു. ഈ സമരത്തിൽ കേരളം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കേരളം ഒരു സമരത്തിലേക്ക് വന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ, പാർലമെൻറ്റിന് മുമ്പാകെ, കേന്ദ്ര ഭരണ ആസ്ഥാനത്തിന് മുമ്പാകെ കൊണ്ടുവരാനുള്ളൊരു സമരമായിരുന്നു. ആ സമരം ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പൊതുപ്രശ്നമായി വളർന്നു വന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ തമിഴ്നാട് മുഖ്യമന്ത്രി അദ്ദേഹം ഇന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആശംസകളും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും അദ്ദേഹം രേഖപ്പെടുത്തിയൊരു വീഡിയോ തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചു. 3 മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യമായിരുന്നു. 3 മുഖ്യമന്ത്രി. ഡൽഹി മുഖ്യമന്ത്രി നേരിട്ട് ഇവിടെ പങ്കെടുത്തു. പഞ്ചാബ് മുഖ്യമന്ത്രി നേരിട്ട് ഇവിടെ പങ്കെടുത്തു. മറ്റു പല സംസ്ഥാനങ്ങളിലെയും ജനങ്ങളും ഗവൺമെൻറ്റുകളും ഇത് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാണുന്നത്. ഇത് ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന സംസ്ഥാനങ്ങളുടെയും ഒരു ജനകീയ ആവശ്യമായി. ചരിത്രപരമായ സമരം 2 കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിൽ ഇതിനെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ച കോൺഗ്രസ് ജനങ്ങളുടെ മുമ്പിൽ മാപ്പ് പറയേണ്ടി വരും. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നീട് ഇത് ചരിത്രപരമായ വിജയം, രാജ്യത്തിലാകെ ഇത് കൊടുത്തിരിക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല, വലിയ മുന്നേറ്റമായിരിക്കും ഫെഡറലിസം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നടക്കുന്നത്.